وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبد الله ورسوله أعظم الناس خلقا وأكثرهم عفوا فاللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين أما بعد فأوصيكم ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم وأن تعفوا أقرب للتقوى സഹോദരങ്ങളെ, അല്ലാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖമായി വസിയ്യത്ത് ചെയ്യുകയാണ്. തഖ്വയുള്ളവരായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് മാപ്പ് നൽകുക എന്നതാണ്. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എന്നെന്നും നിലനിൽക്കാനും ഈ സ്വഭാവം അനിവാര്യമാണ്. അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ മാപ്പ് കൊടുക്കുക. അഖ്റബു ലിത്തഖ്വാ, തഖ്വക്ക് കൂടുതൽ യോജിച്ചത് അതാണ്. വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുക, പകയും വിദ്വേഷവും മാറ്റിവെക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാക്കാനും അത് കൂടുതൽ അരക്കിട്ടുറപ്പിക്കാനുമാണ്. ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും കാരണങ്ങൾ കണ്ടെത്തി അവയെ ശക്തമാക്കണം. ഇങ്ങനെ മനുഷ്യർക്കിടയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ പ്രകൃതത്തെ നന്നാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഉപജീവനത്തിന്റെ നന്മ പോലും, ഉപജീവനത്തിന്റെ അടിത്തറ പോലും ഇത്തരം യോജിപ്പിലും രജ്ഞിപ്പിലും വിട്ടുവീഴ്ചയിലുമാണ് അടങ്ങിയിട്ടുള്ളത്. വിശ്വാസികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുഅ്മിനു മഅലഫത്തുൻ, അൽ മുഅ്മിനു മഅലഫത്തുൻ വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഇണങ്ങുന്നവനാകണം. ഇണങ്ങാത്ത, ഇണക്കപ്പെടാത്ത മനുഷ്യരിൽ ഒരു നന്മയുമില്ല തന്നെ. ഈ ഒരു ഇണക്കമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ നല്ല ബന്ധങ്ങൾ രൂഢമൂലമാകാൻ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, പുഞ്ചിരിയോടുകൂടി, മുഖകമലത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജനങ്ങളെ അഭിമുഖീകരിക്കുക എന്നതാണ്. നമ്മുടെ മുഖം കാണുമ്പോൾ സാധാരണ പറയാറുണ്ട്, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന്. മുഖം കാണുമ്പോൾ അകത്തുള്ളത് പുറത്തേക്ക് വരും. അതുകൊണ്ട് സന്തോഷിക്കുക, ചിരിക്കുക, പുഞ്ചിരിക്കുക, അങ്ങനെ ജീവിതത്തെ ആസ്വദിക്കുക. രണ്ടാമത്തേത്, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ല വാക്കുകളായിരിക്കണം നാം ഉപയോഗിക്കേണ്ടത്. നല്ല വാക്കുകൾ, നല്ല സംബോധനകൾ എന്ന് പറയുന്നത് ഹൃദയത്തെ തുറക്കുന്ന താക്കോലുകളാണ്. അല്ലാഹു തആലയുടെ കൽപ്പനയും അതല്ലേ, വഖുൽ ലിഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. നബിയെ, എൻ്റെ അടിമകളോട് പറയണം, ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചായിരിക്കണം അവർ സംസാരിക്കേണ്ടത്. ഇന്ന ശൈത്താന യൻസഉ ബൈനഹും, പിശാച് അവർക്കിടയിൽ കുഴപ്പം ഇളക്കിവിടും. ചീത്ത വാക്കുകൾ പറയാനും അതുപോലെ തന്നെ അത്തരം പ്രയോഗങ്ങൾ നടത്താനുമൊക്കെ പിശാച് ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം തീർച്ചയായും ശൈത്താൻ, പിശാച് എന്ന് പറയുന്നത്
മനുഷ്യന്റെ വ്യക്തമായ ശത്രു തന്നെയാണ്. ഈ ശൈത്താനിൽ നിന്ന് നാം കാവലിനെ തേടണം. ആ ശൈത്താൻ നമുക്കറിയാം, അൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ ദുർബോധനം നടത്തി അവസാനം ജനങ്ങൾ മുഴുവൻ പരസ്പരം തെറ്റും കുഴപ്പത്തിലാകും എന്ന് കണ്ടാൽ ആ ദുർബോധനം നടത്തി അതിൽ നിന്ന് പിന്മാറി നടക്കും. അതാണ് പിശാച്. അവന്റെ പരിപാടി എന്താ? ഇന്നമൻ നജ്വാ മിനശ് ശൈത്താൻ. ഇത്തരം രഹസ്യ സംഭാഷണങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഇതൊക്കെ ശൈത്താനിൽ നിന്നാണ്. എന്തിനാണത്? ലിയഹ്സുനല്ലദീന ആമനൂ. പിശാചിനിഷ്ടം വിശ്വാസികൾ ദുഃഖിക്കലാണ്. വിശ്വാസികൾ ദുഃഖിക്കണം. പരസ്പരം തെറ്റി, പോരടിച്ച്, വിദ്വേഷം ഉള്ളിൽ സൂക്ഷിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പോടെ, അവസാനം ദുഃഖത്തോടെ ജീവിക്കണം. നിങ്ങൾ ആലോചിക്കൂ, ഇത് മുഖേന മനുഷ്യനിൽ വല്ലാത്ത കുഴപ്പങ്ങൾ ഉടലെടുക്കും. അല്ലേ? പരസ്പരം കോപമുള്ളവരായി മാറും. നമ്മുടെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് കോപത്തിന്റെ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് ഖുദിൽ അഫ് വഅ്മുർ ബിൽ ഉർഫ് വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്. മനുഷ്യരെ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പ് കൊടുക്കണം. വഅ്മുർ ബിൽ ഉർഫ്. സദാചാരം കൽപ്പിക്കണം. വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ഇതിനൊക്കെ തടസ്സം നിൽക്കുന്ന ഒരുപാട് അവിവേകികളുണ്ടാവും. ആ അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയണം. ഇത് പറയുമ്പോ ഇതിനെതിരെയുള്ള വല്ല ദുഷ്പ്രേരണയും പിശാചിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുവെങ്കിൽ അള്ളാഹുവിനോട് കാവലിനെ തേടണം. അള്ളാഹുവെ കാക്കണേ എന്ന് അള്ളാഹുവിനോട് പറയണം. തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും ഒരു ബുദ്ധിമാനായ മനുഷ്യൻ പിശാചിന് വാതിൽ തുറന്നു വെച്ചു കൊടുക്കരുത്. ഭിന്നിപ്പിനുള്ള ഹേതുക്കൾ ഉണ്ടാക്കരുത് എന്നാണ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമുക്കിടയിൽ ചീത്ത വിചാരങ്ങൾ കടന്നു വരാനുള്ള കാരണങ്ങളെ നാം അവശേഷിപ്പിക്കരുത്. ചീത്ത വിചാരങ്ങൾ, എന്നെക്കുറിച്ച് ചീത്ത വിചാരിക്കാൻ ചില കാരണങ്ങൾ ഒരുപക്ഷെ എന്നിൽ നിന്നുണ്ടാകാം. അത്തരം കാരണങ്ങളെ അങ്ങനെ നിർത്തരുത്. നമ്മളത് തിരുത്തി കൊടുക്കണം. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കണം. അത്തരം കൂട്ടുകെട്ടുകൾ, അത്തരം ഗെറ്റ് ടുഗദറുകൾ, അത്തരം സാഹചര്യങ്ങൾ, കാരണം ഇതൊക്കെ നല്ല ബന്ധങ്ങളെ തച്ചുടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് കൽപ്പിച്ചത്. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിനോട് നാം പിശാചിന്റെ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ, വസ്വാസുകളിൽ പെട്ടുപോകാതിരിക്കാൻ നിരന്തരമായി അള്ളാഹുവിനോട്, പ്രത്യേകിച്ചും പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം. പുറത്തേക്കിറങ്ങുമ്പോഴാണല്ലോ ഇത് കൂടുതൽ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്കിറങ്ങുമ്പോൾ, പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് തല ഉയർത്തി ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ അസില്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലൈ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല. അല്ലാഹുവേ, വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഔ അസില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച്, തെറ്റുകളിൽ ചെന്ന് വീഴുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഔ അദ്ലിമ, അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പോയി അങ്ങോട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഔ ഉദ്ലമ, ഔ അദ്ലിമ ഔ ഉദ്ലമ, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് ഞാൻ കാവലിനെ തേടുന്നു.
ഔ അജ്ഹല, ഞാൻ ആരോടെങ്കിലും അവിവേകം പ്രവർത്തിച്ചു പോകുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് കാവലിനെത്തിടും. ഔ യുജ്ഹല അലൈ, അല്ലെങ്കിൽ എന്നോടാരെങ്കിലും അവിവേകം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഞാൻ കാവലിനെത്തിടും. ഇങ്ങനെ കാവലിനെ തേടി വേണം നാം പുറത്തേക്കിറങ്ങാൻ, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. ആറാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബന്ധങ്ങൾ ശക്തമാകാൻ സഹോദരങ്ങളെ, അനാവശ്യമായ തർക്കത്തിന് ഒരു പക്ഷേ എനിക്ക് അവകാശമുണ്ടെങ്കിൽ പോലും പറ്റുമെങ്കിൽ മാറി നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, വഇൻ കാന മുഹിഖൻ, നിനക്ക് റൈറ്റ് ഉണ്ട് അവിടെ എതിർക്കാൻ, തർക്കിക്കാൻ, എന്നാലും മാറി നിൽക്കുക. അപ്പോൾ മാത്രമേ സ്നേഹമുണ്ടാവുകയുള്ളൂ, യോജിപ്പുണ്ടാവുകയുള്ളൂ. ഏഴാമതായി ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങളെ, പലതരത്തിലുള്ള വ്യാജമായ അനുമാനങ്ങളും വിചാരങ്ങൾ, വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇത്തരം വ്യാജമായ അനുമാനങ്ങളിൽ നിന്ന്, വിചാരങ്ങളിൽ നിന്ന്, വാർത്തകളിൽ നിന്നൊക്കെ നാം അകന്നു നിൽക്കണം. ഇതൊന്നും നമുക്ക് പറ്റിയതല്ല. ഇത്തരം തർക്കങ്ങൾ, അനാവശ്യമായ വിചാരങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഗദ റിജാലി ഇലല്ലാഹ് അൽ അലദ്ദുൽ ഖസിം, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ആളുകൾ കുതർക്കികളാണ്. തർക്കിച്ചുകൊണ്ടേയിരിക്കും. തർക്കിക്ക മാത്രമല്ല, ചില ആളുകളുടെ സ്വഭാവം ഇദാ ഖാസമ ഫജറ, തർക്കിച്ചാൽ വായേന്ന് വരെ തോന്നിയാസേക്കും. നമ്മൾ പെട്ടുപോകരുത് ഇതിലൊന്നും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പലരും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളമുള്ള തർക്കങ്ങൾ, എന്നിട്ട് പരസ്പരം സലാം പറയുക പോലുമില്ല. സലാം പറയാൻ പാടില്ലാതെ പഠിപ്പിക്കും. പരസ്പരം സലാം പറയൂല. അവരാരും അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാചകം കേട്ടിട്ടില്ലേ? ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസ ലയാൽ. 3 രാത്രികൾക്കപ്പുറം ഒരാളോട് സംസാരിക്കാതെ, വർത്തമാനം പറയാതെ അവനെ അവഗണിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. നോക്കൂ, 3 നാളുകൾ സ്ഥിരമായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തർക്കിച്ച് ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ച് നടക്കുന്ന ആളുകൾ. അവർ ശ്രദ്ധിക്കേണ്ടത്, അവർ സലാം പറഞ്ഞു തുടങ്ങണം. അവർ കേട്ടിട്ടില്ലേ അള്ളാഹുവിന്റെ വാചകം, ഫസ്ഫഹ് അൻഹും വഖുൽ സലാം. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, എന്നിട്ട് അവരോട് സലാം പറഞ്ഞു. ഉന്നതമായ മനസ്സുകൾക്ക് അതിനെ സാധിക്കും. ഈ രാജ്യത്തിന്റെ ശില്പി ഷെയ്ഖ് സായിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അത്തസാമുഹു വാജിബുൻ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നത് നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഇദാ കാന അഅ്ലമൽ ഉലമാ അൽ ഖാലിഖു അസ്സ വജല്ല യുസാമിഹ് വകൈഫ ലാ തുസാമിഹ്. ഏകനായ റബ്ബ്, മഹാനായ റബ്ബ്, സൃഷ്ടാവായ റബ്ബ് വിട്ടുവീഴ്ച ചെയ്യുമെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്നത്? ഒരു വല്ലാത്ത ചോദ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ നമ്മൾ അറിയണം, അത് അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച എന്ന നന്മ ചെയ്യാനുള്ള അവസരം തരികയാണ്. വിട്ടുവീഴ്ച എന്ന നന്മ ചെയ്യാനുള്ള അവസരം നൽകുകയാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, വലിയ പ്രയാസത്തിലാണ് നാം എത്തിച്ചേരുന്നത്. ഇമാം ഫുദൈൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ അതാക റജുലുൻ യഷ്കു ഇലൈക റജുലുൻ, ഒരാള് മറ്റൊരാളെ കുറിച്ച് ആവലാതിയുമായി നിന്റെ അടുത്ത് വന്നു, അയാൾ എന്നെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഫഖുൽ, നീ പറയേണ്ടത്, യാ അഖി ഉഫു അൻ, സഹോദര അവന് പുറത്തു കൊടുക്കുക. ഫഇന്ന സാഹിബൽ അഫ്വി യനാമു ലൈല ഹാനിഅൻ, പുറത്തു കൊടുക്കുന്നവന് രാത്രി ശാന്തമായി ഉറങ്ങാൻ കഴിയും. വഗൈറുഹു, പുറത്തു കൊടുക്കാത്തവനോ മഹ്മൂമുൻ ഫീ ഖിസാമിഹി, അവന് ഉറങ്ങാൻ കഴിയില്ല. കാരണം എന്താ? അവന്റെ ചിന്തയിൽ മുഴുവൻ തർക്കമായിരിക്കും. എങ്ങനെ അവനെ പരാജയപ്പെടുത്താം എന്നതായിരിക്കും. നമുക്ക് സംഭവിക്കരുത്. ഒരു കവി പറഞ്ഞതുപോലെ, ലമ്മാ അഫൗതു വലം അഹ്ഖിദ് അലാ അഹദിൻ
അറഹ്തു ഖൽബി മിൻ ഹമ്മിൽ അദാവാതി. ഞാൻ പുറത്തു കൊടുത്തപ്പോ, എന്റെ ഉള്ളിൽ ആരോടും പകയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാൻ എത്തിയപ്പോ എനിക്ക് വല്ലാത്ത സമാധാനം, എനിക്ക് വല്ലാത്ത സന്തോഷം. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു ഇങ്ങനെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ യാ അഫൂ യാ കരീം ഇജ്അൽനാ മിമ്മൻ അഫൂ അൻ ഗൈരിഹിം ഫഅഫൗതു അൻഹും. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد خاتم النبيين وعلى آله وصحبه والتابعين. അള്ളാഹു പുറത്തു തരണം എന്നാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, നാം ഉള്ളത് വളരെ മഹത്തായ ഒരു മാസത്തിലാണ്. തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനിലേക്ക് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മഹത്തായ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിദ്. ഈ മാസത്തിലെ 15-ാം രാവിൽ അല്ലാഹു എല്ലാ സൃഷ്ടികളിലേക്കും എത്തി നോക്കും. അല്ലാഹുവിന്റെ കാരുണ്യം എല്ലാവരിലേക്കും വരും. 2 വിഭാഗത്തിനൊഴികെ. ഇല്ലാ ലിമുശ്രിക്, ഒന്നാമത്തേത് മുശ്രിക്കാണ്. ശിർക്കില്ലാതെ ജീവിക്കണം. ശിർക്ക് മഹാ അക്രമമാണ്, അല്ലാഹുവിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഔ മുശാഹിദ്, അല്ലെങ്കിൽ പകയുള്ളവൻ, വിദ്വേഷമുള്ള. ഈ 2 കൂട്ടർക്കും അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഈ 2 കൂട്ടർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഈ 2 കൂട്ടരും ചിന്തിക്കണം, എത്ര വലിയ നന്മയാണ് നഷ്ടപ്പെടുന്നത്. മഗ്ഫിറത്ത് എന്ന നന്മ, അല്ലാഹു പൊറുക്കുക എന്ന നന്മ ഈ മഹത്തായ മാസത്തിൽ നമുക്ക് ലഭിക്കും. 2 കാര്യം ശ്രദ്ധിക്കണ്ടോ. 1, ശിർക്കില്ലാതിരിക്കുക. 2, എന്റെ ഉള്ളിൽ ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാതിരിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇർഹമു തുർഹമു വഗ്ഫിറു യഗ്ഫിറുല്ലാഹു ലക്കും. കരുണ ചെയ്യൂ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. പുറത്തു കൊടുക്കൂ, അല്ലാഹു നിങ്ങൾക്ക്. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ടും ആരുടെയെങ്കിലും ഉള്ളിൽ ഇപ്പോഴും അഹങ്കാരത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ പുറക്കൂല, ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല എന്നാണെങ്കിൽ ഒരൊറ്റ ചോദ്യം, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ, എന്ന ചിന്തയില്ലേ? അതുകൊണ്ട് അല്ലാഹു പുറത്തു തരാൻ സഹോദരങ്ങളെ പുറത്തു കൊടുക്കണം. സഹോദരങ്ങളെ, വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, പൊറുക്കേണ്ടത് ഒന്നാമതായി നമ്മുടെ കുടുംബ ബന്ധമുള്ളവരില്ലേ, അവരോടാണല്ലോ ഏറ്റവും വലിയ വിദ്വേഷം. കുടുംബ ബന്ധമുള്ളവർ. സഹോദരങ്ങളെ, കുടുംബ ബന്ധത്തിന്റെ സവിശേഷത നാം ഓർക്കണം. കുടുംബ ബന്ധത്തിൽ പല കാരണങ്ങളാൽ വിട്ടുവീഴ്ച അപാകതകൾ വരാറുണ്ട്. അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. അവരെ നിങ്ങൾ കാണുക, അവർക്ക് നിങ്ങൾ ഫോൺ ചെയ്യുക, അവർക്ക് നിങ്ങൾ ഗിഫ്റ്റുകൾ കൊടുക്കുക. അങ്ങനെ അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക. പല കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ അനന്തരാവകാശ സ്വത്ത് ഓഹരി വെച്ചപ്പോഴായിരിക്കും തർക്കമുണ്ടായത്, അല്ലേ? അതല്ലെങ്കിൽ വല്ല സമ്പത്തിന്റെയും കാര്യത്തിലായിരിക്കും. അല്ലെങ്കിൽ ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകാരുണ്ട്, ചില്ലറ കാര്യത്തിന്റെ പേരിൽ തെറ്റിപ്പോകുന്നു, അല്ലേ? അപ്പൊ ഒന്നാമതായി അത് ശ്രദ്ധിക്കുക. 2ാമത്തേത് സഹോദരങ്ങളെ, അയൽവാസികളോടാണ്. അയൽവാസികളോട്, കൂടെ താമസിക്കുന്നവരോട്, സ്നേഹിതന്മാരോട് വിട്ടുവീഴ്ച ചെയ്യാം. റസൂലുള്ള പറഞ്ഞത്, മാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. അഫു ചെയ്താൽ അല്ലാഹു ഇസ്സത്ത് അല്ലാതെ വർദ്ധിപ്പിക്കും, ഉയർച്ച തരും. മാപ്പ് കൊടുത്താൽ
വൽആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നല്ല മനുഷ്യരുടെ ഗുണം പറഞ്ഞത് വൽആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു. അള്ളാഹു ഇത്തരത്തിലുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് وعلى آله وصحبه أجمعين. وارض اللهم عن الخلفاء الراشدين وسائر الصحابة الأكرمين. اللهم يا عظيم العفو يا حسن التجاوز اجعل العفو شيمتنا والتسامح خلقنا وأدم مودتنا وزد ألفتنا ووطد علاقاتنا يا ربنا وخالقنا. اللهم إن شهر رمضان قد أقبل فوفقنا لاستقباله بقلوب تقية وأنفس نقية وأياد سخية وألسن بذكرك ندية يا رب العالمين. اللهم أدم على دولة الإمارات الأمن والاستقرار والرقي والازدهار وعم العالم بالرحمة والسلام. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات لكل خير وبركة. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان والشيوخ الذين انتقلوا إلى رحمتك يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.